പൂർത്തീകരണമാണ് സുവിശേഷം. മറിയത്തിന്റെ മംഗളവാർത്ത മുതൽ ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിന്റെ അർത്ഥം വിവരിക്കുന്ന വിശുദ്ധ സുവിശേഷങ്ങളെ ഇതിവൃത്തമാക്കുന്ന നിശ്ചല ദൃശ്യാവിഷ്കാരം. കാലം എത്ര കടന്നാലും മാറ്റത്തിന്റെ നിഴൽ പോലും ഏൽക്കാത്ത സുവിശേഷം നമ്മുടെ ജീവിതത്തിലെ വഴിവിളക്കാണ്. ഗബ്രിയേൽ ദൂതൻ നസ്രത്ത് എന്ന ഗലീലി പട്ടണത്തിൽ ഒരു കന്യകയെ തേടി ചെന്നു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ദൈവത്തിന്റെ ദാനം നിനക്ക് ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ. ഭർത്താവ് ജോസഫ് നീതിമാനായതുകൊണ്ടും അവൾക്ക് ലോകപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ അവന് പ്രത്യക്ഷനായി. നിന്റെ ഭാര്യയായ മറിയത്തെ ചേർത്ത് നിർത്താൻ ശങ്കിക്കേണ്ട. പരിശുദ്ധാത്മാവിൽ അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അരുൾ ചെയ്തു. ജോസഫ് ഉറക്കമുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ അവളെ വിവാഹം ചെയ്തു. സ്ഥലത്ത് ലോകമാസകരമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന കൽപ്പന അനുസരിച്ച് ജോസഫ് നസ്രത്തിൽ നിന്ന് ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവങ്ങൾക്ക് ലഭിച്ചവർക്ക് സമാധാനം. നസ്രത്തിൽ മാതാപിതാക്കളോടൊപ്പം അവർക്ക് വിജയമായി ജീവിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെ മനുഷ്യരുടെ പ്രീതിയിലും വളർന്നു വന്നു. യേശു ഗലീലയ്ക്കെതിരെ മലമുകളിൽ കയറി അവിടെ ഇരുന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. ജനസാഗരങ്ങൾ അവനെ ശ്രമിക്കാൻ തടിച്ചുകൂടി. രോഗികൾക്ക് സൗഖ്യവും അന്ധർക്ക് കാഴ്ചയും ലഭിച്ചു. ഊമർ സംസാരിക്കുന്നതും കുരുടർ കാണുന്നതും കണ്ട് പുരുഷാരൻ അത്ഭുതപ്പെട്ടു. ഇസ്രായേലിന്റെ ദൈവത്തെ അവർ മഹത്വപ്പെടുത്തി. അവിടുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ എന്നിൽ നിന്ന് ഈ പാനപാത്രം നീക്കണമേ. എങ്കിലും എന്റെ ഹിതമല്ല, അവന്റെ ഹിതം നിറവേറട്ടെ. അവന്റെ വിയർപ്പ് കനത്ത രക്തത്തുള്ളികളാൽ നിലത്തേക്ക് ഇറ്റിച്ചു വീണു. അനന്തരം അവർ യേശുവിനെ പിലാത്തോസിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. അവർ അവനെ കുറ്റം ചുമത്താൻ തുടങ്ങി. ഈ മനുഷ്യൻ ജനങ്ങളെ വഴിതെറ്റിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. പിലാത്തോസ് ജനക്കൂട്ടത്തോടും പുരോഹിത പ്രമുഖന്മാരോട് പറഞ്ഞു,
മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഭാരമുള്ള കുരിശിൽ ചുമന്നുകൊണ്ട് ക്ഷീണിച്ച ശരീരത്താൽ രക്തം വാർന്നൊലിച്ച് അവിടുന്ന് മുഖം കുത്തി നിലത്ത് വീണു. അവിടുത്തെ മുറിവുകളിൽ നിന്ന് രക്തം ഒലിക്കുന്നു. മനുഷ്യ പാപങ്ങളുടെ ഭാരം ചുമന്നുകൊണ്ട് അവിടുന്ന് കടന്ന വഴികളിൽ മനുഷ്യകുലത്തിന്റെ മോചനത്തിനായി രക്തം വാർന്നൊഴുകി. സമയം 6 മണിയായി. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടുപോയി. 9 മണി വരെ നാട് മുഴുവൻ അന്ധകാരമായിരുന്നു. ഏകദേശം 9 മണിയായപ്പോൾ ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു, ഏൻ ഏൻ ലമാ ശബക്താനി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ടാണ് അങ്ങ് എന്നെ ഉപേക്ഷിച്ചത്? അവൻ മരിച്ചതിന്റെ 3-ാം ദിനം. അവർ ശൂന്യമായ കല്ലറയിലേക്ക് അത്ഭുതത്തോടെ നോക്കി. മരണത്തെ ജയിച്ച് ഉത്ഥാനത്തിന്റെ സദ്വാർത്തയുമായി ഈശോ ഉയർപ്പിക്കപ്പെട്ടു. മനുഷ്യകുലത്തിന് നിത്യജീവന്റെ സന്ദേശവുമായി. ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. ഓരോ വഴിയും അവിടുത്തെ കാണും. അവനെ കുത്തി മുറിയേൽപ്പിച്ചവര് അവനെ കൊണ്ട് മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. സുവിശേഷം ഒരു കെട്ടുകഥയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. നാം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സംഭവിച്ചതും സംഭവിക്കാൻ ഇരിക്കുന്നതുമായ കാര്യങ്ങളുടെ ആകെത്തുക. ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവർക്ക് സുവിശേഷം ഒരു സദ്വാർത്ത തന്നെയാണ്. നന്ദി.